എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അപ്പൊ പനി ആയതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗീതാഞ്ജലി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അവിടെ വെച്ച് വിജയലക്ഷ്മിനെ കാണുന്നുണ്ട്. അപ്പൊ വിജയലക്ഷ്മി രഞ്ജുവിനെ ഐസിയുന്ന് ഇറക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിന്ന് മറിഞ്ഞു നിന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ഗീതിനെ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു, അതെ അവളെ റൂമിലേക്ക് കൊണ്ടുപോവാ, ഞാൻ ഇവിടെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. അങ്ങനെ കണ്ടിട്ട് തിരിച്ചു വന്ന് ആ ചെയറായിരിക്കും ഇങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേനും ഗീതു അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്തിനാ അമ്മ വിഷമിക്കണേ, അമ്മ വിഷമിക്കണമെന്നും ആവശ്യമില്ല, അധികം വൈകാതെ തന്നെ രഞ്ജുവിനെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയാണ്. അതെങ്ങനെ സാധിക്കും ഗീതു, അതൊന്നും സാധിക്കാത്ത കാര്യമല്ലേ, അതൊക്കെ എങ്ങനെ നടപ്പാക്കുന്ന നീ പറയണേ, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, ഈ ഗീതു അല്ലേ വാക്ക് തരുന്നേ, ഉറപ്പായിട്ടും അമ്മയ്ക്ക് അമ്മയുടെ മോളെ തിരിച്ചു കിട്ടുമെന്ന് പറയാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി അങ്ങോട്ട് എഴുന്നേക്കുവാണ്. അല്ല നീ പറഞ്ഞതിന്റെ ഉദ്ദേശമൊന്നും എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യം, അല്ല ഇപ്പൊ നീ രഞ്ജുവിനെ കാണാൻ വന്ന എന്താന്ന് ചോദിക്കുവാണ്. അതോ, അതൊക്കെ വലിയ ടിസ്റ്റാന്ന് പറയാണ്. പിന്നീട് രഞ്ജുവിനുമായിട്ട് താൻ കഴിഞ്ഞ ദിവസം വന്നപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം വിജയലക്ഷ്മിയോട് പറയാണ്. ഇപ്പം വിജയലക്ഷ്മി അമ്മേനെ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടുന്നോർത്താ രഞ്ജു ഇരിക്കുന്നത്, നമ്മൾ രണ്ടും നേർക്ക് നേരെ നോക്കി അടിയാന്ന്. ഞാൻ അന്നത്തെ ആ പ്രശ്നം കഴിഞ്ഞ പിന്നെ അമ്മയോട് വഴക്കടിച്ചെന്നൊക്കെയാ രഞ്ജുവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ രഞ്ജുവിന് എന്നെ ഭയങ്കര വിശ്വാസം, അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരുന്നു. ഇത് കേട്ട വിജയലക്ഷ്മി, ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്, അപ്പം എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് നിന്നെ അവള് സ്നേഹിക്കുന്നത്. ഇതിച്ച നേരത്തെ അറിയുമായിരുന്നെങ്കിൽ നമുക്ക് പണ്ടേ നമ്മുടെ കാര്യങ്ങളൊക്കെ സക്സസ് ആക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, എനിക്ക് ഇമാതിരി കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ, അതുകൊണ്ടല്ലേ, അത് കുഴപ്പമില്ല. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, കൊള്ളാം, നിനക്കും അഭിനയിക്കാൻ നന്നായിട്ട് അറിയാന്ന് അല്ലെന്ന് ഗീതനോട് ചോദിക്കാം. അപ്പൊ ഗീത പറഞ്ഞു, പിന്നെ എന്നേക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾ അമ്മയാന്ന് പറയാണ്. അമ്മയെ ഭയങ്കര ഒരു നടിയാണല്ലോ എന്ന് പറയാ. അമ്മ പാട്ടി മാത്രമല്ല, നാടകത്തിൽ അമ്മ കെങ്കേമോ എന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ ഉള്ളിൽ കൂടെ ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓടിപ്പോവാ. ഗോവിന്ദ് വീട്ടിൽ വന്ന് കയറിയിട്ട്, നിനക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു ഗോവിന്ദാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങള്, എന്നെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടാരാ, എന്റെ അമ്മയല്ലേ, പിന്നെ ഞാൻ എങ്ങനെ അഭിനയിക്കാതിരിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ വിജയലക്ഷ്മി സ്റ്റക്കായിട്ട് ഇരിക്കുന്നുണ്ടപ്പോ ഗീതി ചോദിച്ചു, എന്താ അമ്മേ, എന്താ ആലോചിക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പെട്ടെന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. വിജയലക്ഷ്മി ധൈര്യമായിട്ടിരുന്നു, ഇനി നിന്റെ മുന്നില് ഞാൻ നന്നായിട്ട് അഭിനയിച്ചോളാം, ആർക്കും ഒരു സംശയം തോന്നത്തില്ല, നമ്മള് രണ്ടുപേരും ഫ്രണ്ട്സാന്ന്. ഇനിയിപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ക്രൂരമായ വാക്കുകളൊക്കെ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. പിന്നീട് ഗീത ഒരു കാര്യം ചെയ്യാൻ, അമ്മ രഞ്ജുവിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ പറയുകയാണ്. അതെന്തിനാ, അമ്മ പോയി കാണാ, അമ്മ പോയി കണ്ട് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരാം, എന്നാലല്ലേ ഒരു സെറ്റ് ആകുള്ളൂ. രഞ്ജുവിനും തോന്നണമല്ലോ നമ്മൾ രണ്ട് ശത്രുതയിലാന്ന്, അങ്ങനെ തോന്നിപ്പിക്കണമെങ്കിൽ അമ്മ ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്നേ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ വിജയലക്ഷ്മി അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഇപ്പൊ രഞ്ജു ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വിജയലക്ഷ്മിനെ കണ്ടപ്പോഴത്തേനും രഞ്ജു പതുക്കെ എഴുന്നേക്കാൻ നോക്കിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അതെന്താ, എനിക്ക് എന്റെ മോളെ കാണാൻ വരണ്ടേന്ന് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മോളൊന്നുമല്ല, എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഗോവിന്ദേട്ടനാ, എനിക്ക് ഗോവിന്ദേട്ടൻ മാത്രമുള്ളെന്ന് പറയണം. അത് നീ മാത്രം അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ, നിനക്ക് എന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുന്നത്, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് നിങ്ങളോട് അധികം സംസാരിക്കാനും താല്പര്യമില്ലെന്ന് പറയണം. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറയണം. ഇത് കേട്ടതും രഞ്ജു പറഞ്ഞു, അതെ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയും. എന്ത്, അതെ ഇനിയിപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഗോവിന്ദേട്ടനാ, ഇനിയിപ്പൊ നിങ്ങളുടെ മകളാന്നും പറഞ്ഞുകൊണ്ട് മേലാൽ എന്റെ അടുത്തേക്ക് കയറി വന്നേക്കരുത്, പറഞ്ഞു കേട്ടല്ലോ, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കണം, അതിന്റെ ഇടയ്ക്ക് കൈയെടുത്താൻ വരില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മിക്ക് വല്ല സങ്കടം വന്നു. അപ്പോഴാണ് ഗീതു ഇങ്ങോട്ട് കയറി വരുന്നത്. ഗീതു പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അതെന്താ, എനിക്ക് എന്റെ മകളെ കാണാൻ വരണ്ടേന്ന് ചോദിക്കുകയാണ്. മകളെ കാണാനായിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്തത് പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നേ, നാണമില്ലേ, ഇറങ്ങി പോകാൻ പറയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, അല്ല എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാ, ഇപ്പൊ ഞാൻ ആ ഗോവിന്ദന്റെ ഭാര്യ ഞാന്, അപ്പൊ എനിക്ക് രഞ്ജുവിന് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണേ, നിങ്ങളോട് പറയാൻ നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയണേ. ഗീതു കണ്ണടച്ച് കാണിക്കുക. വിജയലക്ഷ്മിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ. പിന്നീട് വിജയലക്ഷ്മി പോകാൻ നിൽക്കുന്നുണ്ടപ്പോ ചോദിച്ചു, നിനക്ക് നാണമില്ലേ, നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞാ, നിങ്ങളെ ഞാൻ പണ്ടേ വെറുത്ത, രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ, ഇനി ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഒരു നിമിഷം പോലും നിങ്ങളോട് നിൽക്കണ്ട, രഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും നടത്താനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല, ഒന്ന് ഇറങ്ങി പോയി തരാമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് എല്ലാം കേട്ട് രഞ്ജു സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം വിജയലക്ഷ്മി മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് രഞ്ജുവിന്റെ അടുത്തേക്ക് ഗീത എന്നിട്ട് പറഞ്ഞു, അതെ അവര് വന്നിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കും. പിന്നെ അവർക്ക് എന്നെ കാണണം പോലും, കാണാൻ വന്നാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിങ്ങളുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും കിടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ രഞ്ജു പറയുകയും ചെയ്തായിരുന്നു. ഒരു സമാധാനത്തോടെ ഇവിടെ കിടക്കാൻ പറ്റില്ലേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ഗോവിന്ദന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, ഇനി അവർ നിന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല എന്ന് പറയണം.
അതെ ഞാൻ ചൂടുകഞ്ഞി എടുക്കാം, കഞ്ഞി കുടിക്കാൻ പറയാണ്. അങ്ങനെ രഞ്ജുവിന് കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ രഞ്ജു പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെന്ന് പറയണം. അതോ, എനിക്ക് അവരെ ദേഷ്യമില്ല, അവരെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് ഉണ്ടായിരുന്നേ അറിയാവോ. പക്ഷെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, എപ്പോഴെങ്കിലും അവരെനിക്ക് തനിച്ച് കിട്ടും, അപ്പൊ ഞാൻ രണ്ട് വർത്താനം പറയുന്നുണ്ട്. അത് മാത്രമല്ല, വിജയലക്ഷ്മിയുടെ കേൾക്കൽ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കാണുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട്. അന്ന് നിങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരുമെന്ന്. ഇത് കേട്ടുകഴിഞ്ഞ് വിജയലക്ഷ്മി വെല്ലുവിളിച്ചിട്ടാ പോയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെമ്പകശ്ശേരിക്ക് പോരെ, നിനക്ക് എന്താ അറിയണ്ടെങ്കിൽ അതെല്ലാം ഞാൻ വള്ളി വിടാതെ പറഞ്ഞുതരാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാ പോയത്. പിന്നീട് രഞ്ജുവിനോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരെ കാണാനായിട്ടൊന്ന് പോകണം, അവരുടെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറയണം. പക്ഷെ രഞ്ജുവിന് എന്താ കാര്യം അതിനെക്കുറിച്ചൊന്നും രഞ്ജുവിനും അറിയത്തില്ലായിരുന്നു. ഈ സമയത്ത് വരുണ് ഗോവിന്ദന് മുന്നിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ വരുൺ ചോദിച്ചു, അല്ല ഗോവിന്ദേട്ടാ, ഞാൻ രഞ്ജുവിനോട് അങ്ങനെ കാണിച്ചുകൊണ്ടാണോ ഇപ്പോഴും ആ ദേഷ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണെന്ന് എനിക്ക്? എനിക്ക് ദേഷ്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ട് കളഞ്ഞ കാര്യമല്ലേ. അല്ല ഗോവിന്ദേട്ടാ, ക്ഷമിക്കണം കേട്ടോ, ആ സമയത്ത് അങ്ങനെ ചെയ്തു പോയി, അറിയാതെ പറ്റിപ്പോയതാന്നാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് സുവർണ കയറി വരുന്നേ. സുവർണ ഒരു ഫയലൊക്കെ ആയിട്ടാ വരുന്നേ. സുവർണ ഒന്ന് ഫയലൊക്കെ കൊടുത്ത് ഗോവിന്ദൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ സുവർണ പറഞ്ഞു, അതെ കിഷോർ ഇതുവരെയായിട്ടും വന്നിട്ടില്ലെന്ന് പറയാം. വന്നിട്ടില്ലേ? അതെ വന്നിട്ടില്ല, ലീവും വിളിച്ചു പറഞ്ഞിട്ടില്ല, ഒന്നും താമസിച്ചു വരുമെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ? അല്ല ഞാൻ പിന്നെ എന്നിട്ട് അവളെ അപർണയെ വിളിച്ചു നോക്കിയപ്പോ അപർണയെ വിളിച്ച് രാവിലെ കിഷോർ ഓഫീസിലേക്കാന്ന് പറഞ്ഞ് പോന്നാ പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ, ഓ അങ്ങനെ അതൊരു കാര്യം ചെയ്യും, സുവർണ പൊക്കോളാൻ പറയണം. സുവർണ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേന് ഗോവിന്ദ് വരുണിനോട് ചോദിക്കണം, അല്ല നിന്നോട് ഈ കാര്യങ്ങൾ ആരാ പറഞ്ഞത്? കിഷോറും ഗീതവും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന്. അതോ, ഇവിടെ പരസ്യമായിട്ടുള്ള കാര്യമാണ്, ഗോവിന്ദേട്ടനോട് ആരും പറയാതിരുന്നെന്ന് പറയും. ഓ അങ്ങനെയാണോ? ഇനിയിപ്പോ നിന്റെ സുവർണയാണോ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയേക്കുന്നത്? സുവർണയൊന്നും അല്ലാന്ന് പറയാണ്. സുവർണയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടാടാന്ന് ഇല്ലാന്ന് പറയണം. അപ്പൊ സുവർണ പുറത്ത് മറിഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യണം, ഗോവിന്ദ് ഗീതനെ ഫോൺ ചെയ്യുവാണ്. ഗീതനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നീ എവിടെയാന്ന് ചോദിക്കുവാണ്. അല്ല ഞാൻ രഞ്ജുവിന്റെ അടുത്ത്. അവിടെ എന്താ കാര്യം നിനക്ക്? ഞാൻ കഞ്ഞി കൊടുക്കാൻ വന്ന. എന്താണോ എനിക്ക് കുഴപ്പമില്ല, മര്യാദയ്ക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് വന്നോണം. രാവിലെ നീ ഇറങ്ങിയതല്ലേ, അവിടെ നിന്ന് ഇവിടം വരാൻ എത്ര സമയം നിനക്ക് വേണം? നിന്റെ തോന്നിയാസം നടക്കാനൊന്നുള്ള അല്ലതെന്ന് പറയാണ്. ഇങ്ങനെ ദേഷ്യപ്പെട്ട് എണിക്കുന്ന സമയത്ത് വരുൺ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് ഗീതനോട് പറഞ്ഞു, വരുൺ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് പറയണം. എനിക്ക് മനസ്സിലായി ആരോ ഉണ്ടെന്ന്. അല്ല ഇതിനകത്ത് സുവർണയ്ക്ക് കളി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം കിഷോറിനോടൊപ്പം. സുവർണയ്ക്ക് മാത്രമല്ല, ഇതിന്റെ പുറയില് വരുണേട്ടനും കാണും, പിന്നെ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ രാധികാമ്മ, അവരായിരിക്കും ഇതിന് പിന്നിലെന്ന് പറയണം. മെയിൻ കണ്ണി അവരാന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, നീ ഒന്നും മിണ്ടാതെ പൊക്കെ അവിടുന്ന് വെച്ചിട്ട് പൊക്കെ, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. പിന്നീട് CCTV കൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കാണുന്ന കാഴ്ച, പുറത്ത് സുവർണയും കിഷോർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർണയും അങ്ങോട്ട് വരുന്നേ. അപ്പൊ അവർണയോട് ഇവര് എന്തൊക്കെയോ സംസാരിക്കുന്ന കണ്ടു. പിന്നീട് കാണിക്കുന്ന അവർണയോട് പറയാം, എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല, ഗീതു ഇത്രമാത്രം ഒരു കൊള്ളരാത്ത പെണ്ണാന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ലെന്ന് സുവർണ പറയാം. നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾക്ക് അറിയാലോ, എന്നിട്ടല്ലേ ഈ സമയത്ത് കിഷോറുമായിട്ട് ചേർന്ന് അവൾ ഇങ്ങനത്തെ കളികളെ കളിക്കണേന്ന് പറയാണ്. ഒരു കാരണവശാലും അവളെ വെറുതെ വിടല്ലേ, ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കർണം അടിച്ച് പൊട്ടിക്കണമെന്ന് സുവർണ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അവർണയോട് ശരിയാണ് സുവർണ പറഞ്ഞ്, ആര് ചതി ചെയ്തിട്ടാണെങ്കിലും അവളുടെ കർണം അടിച്ച് പൊട്ടിക്കോ വേണ്ടേന്ന് പറയാണ്. പിന്നീട് വരുണും പറഞ്ഞു, അതെ നമുക്കിത് കണ്ടുപിടിക്കണം, എത്രയും പെട്ടെന്ന് അവരെ തമ്മിൽ അകറ്റണം, എങ്കിലും എന്റെ ഗോവിന്ദന്റെ ഭാര്യയെ കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, നിന്റെ വയറ്റിൽ വിടുന്ന കുഞ്ഞിന് അച്ഛനെ വേണ്ടേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ സുവർണയല്ല അവർണയും പറഞ്ഞു, ശരിയാ, എന്റെ വയറ്റിൽ വിടുന്ന കുഞ്ഞിന് അച്ഛനെ വേണം, അതുകൊണ്ട് എന്റെ കിഷോറിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയണം. ആരെന്നോട് ഈ ചതി ചെയ്യാൻ ഞാൻ അത് പൊറുക്കാനും ക്ഷമിക്കാനും പോകുന്നില്ലെന്ന് പറയാണ്. പക്ഷെ അവർണയുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് ഇവർക്കറിയത്തില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് രഞ്ജു കഞ്ഞിയെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രഞ്ജു പെട്ടെന്ന് ഗീതനോട് ചോദിച്ചു, അല്ല ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം ഞാന് ഗോവിന്ദനെ തട്ടിയെടുക്കാനാ പുറകെ നടക്കുന്ന വിചാരിച്ചല്ലേ ഗീതു ഇത്ര നാളും ഇരുന്നേ, പെട്ടെന്ന് എന്താ ഒരു മനസ്സുമാറ്റം എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടെന്ന് ഗീതു പറഞ്ഞു, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെ ഒന്നും ഇല്ല. എനിക്കറിയാം ഗോവിന്ദേട്ടന് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ആ സ്ഥാനത്തിനനുസരിച്ചാ ഗോവിന്ദേട്ടൻ ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറയണം. ഇത് കേട്ടപ്പോ രഞ്ജുവിന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. നീ ഇവള് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ? താൻ ഗോവിന്ദേട്ടന്റെ പെങ്ങളാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? വേണ്ട, ഒന്നും പറയണ്ട, ഒരു പക്ഷെ അവളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല, ഇപ്പോഴറിയണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, ഞാൻ കുറെ ക്രൂരതകളൊക്കെ നിന്നോട് കാണിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണേ. അതൊന്നും കാര്യാക്കണ്ട, അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ലെന്ന് പറയണം. പിന്നീട് രഞ്ജു പറഞ്ഞു, നീയും ഗോവിന്ദേട്ടനും നമ്മളെ വിവാഹം കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം
എനിക്ക് നിന്നെ കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഞാനെന്നാ ആമാടപ്പെട്ടിയായിട്ട് വന്നേന്ന് പറയാണ്. ഇത് കേട്ടതും ഗീതു പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല ആ ആമാടപ്പെട്ടി നിന്റെ കയ്യിൽ എങ്ങനെ കിട്ടി രഞ്ജു എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും രഞ്ജു പറഞ്ഞു, അല്ല നീ ഇത്രയും ബുദ്ധിമതിയല്ലേ, ഇത്തരം കാര്യങ്ങളെ കണ്ടുപിടിച്ചല്ലേ, ഒരു കാര്യം ചെയ്യ, ബാക്കി കാര്യങ്ങൾ നീ അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറയണം. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ, എന്നാ ഒരു കാര്യം കേട്ടോ, മൂന്നാല് ദിവസത്തിനുള്ളിൽ ആ ആമാടപ്പെട്ടിയുടെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അത് ഞാൻ തെളിയിച്ചിരിക്കുന്ന രഞ്ജുവിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.